പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ ശക്തി, അതായത് നമ്മൾ ദൈവവചനത്തെ ആയിരിക്കുന്ന പോലെ തന്നെ, അതായത് വചനമാകുന്ന പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റമാക്കും. ദൈവവചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അത് സംഭവിച്ചിരിക്കും. കർത്താവിന്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവിന്റെ വചനം മാറില്ല. അത്രത്തോളം ദൈവവചനത്തിന്റെ പ്രസക്തി ഇമ്പോർട്ടൻ്റ്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവവചനത്തെ നിങ്ങൾ മനസ്സിലാക്കുകയും ആ വചനത്തെ അതുപോലെ തിരിച്ചറിയുകയും ചെയ്താൽ നമ്മുടെ ജീവിതം മാറിയിരിക്കും, ചരിത്രം മാറും. അതാ ദൈവവചനത്തിന്റെ പ്രത്യേകത. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ. നമുക്കറിയാം, പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രൊവിഷൻ അപ്പോൾ വേണ്ടത് അപ്പോഴപ്പോൾ വേണ്ടുന്നത് നൽകുന്ന ഒരു കാര്യത്തെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ അവസ്ഥയാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ പലപ്പോഴും രണ്ടിനെയും തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പണത്തോട് ചേർത്ത് നിർത്തി പഠിക്കുകയും, പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്കെന്തോ കുറവുള്ളതുപോലെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. പ്രൊവിഷൻ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രൊവിഷന് ജീവിക്കാനല്ല, പ്രോസ്പെറിറ്റി ജീവിക്കാനായിട്ട്. അപ്പൊ നമ്മളിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൊവിഷനിൽ നിന്ന് പ്രോസ്പെറിറ്റിയുടെ ദർശനത്തിലേക്ക് നമ്മൾ എത്തണം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ അതിന് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, ഈ പ്രൊവിഷൻ എന്ന് പറയുന്നതിന് അതീതമായുള്ള പ്രോസ്പെറിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകും. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. പ്രോസ്പെറിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സമൃദ്ധി എന്നൊരു ചെറിയ കാര്യത്തിൽ, നമ്മൾ പണം, അതാണ് സമൃദ്ധി അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ പ്രോസ്പെറിറ്റി ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് യാക്കോബിന്റെ ചരിത്രത്തെക്കുറിച്ച്, യാക്കോബിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ദൈവവചനത്തിൽ യാക്കോബിനെ കുറിച്ച് കാണുമ്പോൾ, അബ്രഹാമിനെ ദൈവം മാനിച്ചു, അബ്രഹാമിന് എല്ലാ വസ്തുവകകളും നൽകിയെന്നാണ് വചനത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇസഹാക്കിന്റെ ജീവിതത്തിലും കർത്താവ് സമൃദ്ധി നൽകി. അവൻ വർദ്ധിച്ചു മഹാനായി തീർന്നു, മഹാധനവാനായി തീർന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും നമ്മൾ കാണുന്നു. അപ്പൊ അവിടെ അങ്ങനെ നമ്മൾ കാണുമ്പോൾ മഹാധനവാനായി തീർന്നവനായ ഇസഹാക്ക്, ആ ഇസഹാക്കിൽ നിന്ന് പുറപ്പെട്ട 2 മക്കളാണ് ഏശാവും യാക്കോബും. നമുക്കറിയാം, രണ്ടുപേരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: യാക്കോബ് സാധുശീലനും കൂടാരവാസിയും, ഏശാവ് നായാട്ടുകാരനാണ്, വനസഞ്ചാരിയാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന ഏശാവ്, എന്നാൽ സാധുശീലനും അതുപോലെ കൂടാരവാസിയുമായിരിക്കുന്ന യാക്കോബ്. എന്നാൽ യാക്കോബിനെ ദൈവം ജനനത്തിന് മുമ്പേ തന്നെ യാക്കോബിൽ ഒരു വാഗ്ദത്തം ദൈവം വിട്ടു: അവൻ സഹോദരങ്ങളെ വാഴും. അത് യാക്കോബിന് മേൽ ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തം. എന്നാൽ ഇളയവനായിട്ട്, എൻ്റെ 2ാമത്തെ വ്യക്തിയായിട്ടാണ് അവൻ ജനിക്കുന്നത്. വാഴുമെന്ന് പേരുണ്ടായിട്ട് പോലും, വാഴുമെന്ന് ദൂതുണ്ടായിട്ട് പോലും, അവന്റെ അമ്മയും അപ്പനും അവനിട്ട പേരെന്ന് പറയുന്നത്, യാക്കോബ് എന്ന് പറയുമ്പോൾ തന്നെ ഉബായി എന്ന അർത്ഥം വരുന്ന പേരാണ് യാക്കോബിനിട്ട്. ഉബായിയായ യാക്കോബ് വേട്ട കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നവനായ ഏശാവിന് താൻ ഉണ്ടാക്കി വെച്ച പായസം നൽകുവാനായിട്ട് അവൻ ആവശ്യപ്പെട്ടത് ജ്യേഷ്ഠാവകാശം. അങ്ങനെ ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചെടുത്തു. ഏശാവിനെ സംബന്ധിച്ചിടത്തോളം ഏശാവിന് വിശപ്പൊന്ന് മാറിക്കിട്ടിയാണ്. അങ്ങനെ 2 കാര്യമാണ്. ഒന്നാമത്, അവൻ വനസഞ്ചാരിയാണ്, വേട്ടക്കാരനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ തലമുറകൾ നിലനിർത്തുക, ഇല്ലെങ്കിൽ ആ അനുഗ്രഹത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നൊന്നും ചിന്തിക്കുന്ന ഒരു ഭാവത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്ന് ഇതെല്ലാം കാണുന്നത്. ആ യാക്കോബ് പിന്നത്തതിൽ അമ്മയുടെ ഉപദേശാനുസരണം ഏശാവിന് ലഭിക്കേണ്ട അനുഗ്രഹം ഇസഹാക്കിൽ നിന്ന് വാങ്ങിച്ചു. ഇസഹാക്കിന് കാഴ്ച മങ്ങിയിരിക്കുന്ന സമയത്ത് ആ കാഴ്ച മങ്ങിയിരിക്കുന്നതും ഏശാവിനെ അനുഗ്രഹിക്കാനായിട്ട് ഇസഹാക്ക് പദ്ധതി ഇടുന്നതും എല്ലാം മനസ്സിലാക്കിയിട്ട്
അവന്റെ അമ്മയുടെ ഉപദേശാനുസരണം യാക്കോബ് ജ്യേഷ്ഠനെ പോലെ വേഷം ധരിച്ച് ജ്യേഷ്ഠനെ പോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആ ജ്യേഷ്ഠാവകാശത്തെ തട്ടിയെടുത്തു, ജ്യേഷ്ഠാവകാശം പ്രാപിച്ചു. അങ്ങനെ ജ്യേഷ്ഠാവകാശം പ്രാപിച്ചവനായ യാക്കോബ് ഏശാവിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ല. ഏശാവ് പറഞ്ഞു, ഞാൻ എന്നെ കൊന്നുകളയും. ആ ഒരു പ്രസ്താവന യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാക്കുന്നതായിരുന്നു. യാക്കോബ് അപ്പൊ തന്നെ അത് ഇട്ട് അവിടുന്ന് ഓടിപ്പോയി തന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ പോയി പാർത്തു, ലാബാന്റെ വീട്ടിൽ പോയി പാർത്തു. ലാബാന്റെ വീട്ടിൽ പോയി പാർക്കുന്നവനായ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബിനെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. യാക്കോബ് അവിടെ തന്നാൽ ആവുന്നത് പോലെ കഠിനമായി അധ്വാനിക്കുന്ന യാക്കോബിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ കഠിനമായി അധ്വാനിക്കുന്നവനായ യാക്കോബ് റാഹേലിന് വേണ്ടിയുള്ള അവന്റെ അധ്വാനം 7 വർഷം അധ്വാനിച്ചു. പക്ഷേ ഉപായത്താൽ ചതിക്കപ്പെട്ടവനായ യാക്കോബ് പിന്നത്തതിൽ വീണ്ടും 7 വർഷം കൂടെ അധ്വാനിച്ചിട്ടാണ് താൻ സ്നേഹിച്ചവളായ റാഹേലിനെ തനിക്ക് ഭാര്യയായിട്ട് ലഭിക്കുന്നത്. അപ്പൊ 14 വർഷം അവൻ അധ്വാനിച്ചു. അവിടെ മുഴുവൻ 20 വർഷം അവൻ അവിടെ അധ്വാനിച്ചു, യാക്കോബ് അവിടെ അധ്വാനിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമാണ് ലാബാനോട്, നീ എൻ്റെ അനുഗ്രഹത്തെ 10 വട്ടം നീ മാറ്റി, 10 വട്ടം നീ എൻ്റെ അനുഗ്രഹത്തെ എടുത്തു മാറ്റി. മാത്രമല്ല യാക്കോബ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അധ്വാനിച്ച് ക്ഷീണിച്ചു പോയി, ഞാൻ അധ്വാനിച്ച് ആകെ തളർന്നു പോയിരിക്കുകയാണ്, എനിക്ക് ബലമില്ലാത്തതുപോലെ ഞാൻ അങ്ങനെ ക്ഷീണിതനായിരുന്നു. ആ യാക്കോബ് ലാബാനെ വിട്ടു പോകാനായിട്ട് ആഗ്രഹിച്ചപ്പോ യാക്കോബ് ലാബാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 30-ാം അധ്യായത്തില് 27-ാമൊക്കെ ലാബാൻ പറഞ്ഞതിന് നമുക്ക് കാണാൻ സാധിക്കും. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ പോകരുത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കും, എനിക്ക് നല്ല ബോധ്യമാണ്, നീ നിമിത്തമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, ഞാൻ എൻ്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാകാനുള്ളൊരു കാരണം നീ ഇവിടെ വന്നത്, അതിനൊരു കാരണം. 30-ാം വാക്യത്തിൽ യാക്കോബ് ഇങ്ങനെ പറയുന്നത്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യാക്കോബ് നിന്നെ അനുഗ്രഹിച്ചു. അവിടെ യാക്കോബ് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ലാബാൻ സമ്മതിക്കുന്നു. അത് തന്നെ യാക്കോബ് എടുത്തു പറയുകയും ചെയ്യും. അപ്പോൾ അവിടെ യാക്കോബ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും അനുഗ്രഹത്തെ ചുമക്കുന്നവർ. ഇവിടെ വന്ന് ലാബാന്റെ വീട്ടിൽ വന്ന് ലാബാന്റെ വസ്തുവകകൾ, ലാബാന്റെ ആ വീടിലുള്ള അന്തരീക്ഷം തന്നെ മാറിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യാക്കോബ് കർത്താവിന്റെ അനുഗ്രഹത്തെ ചുമക്കുന്നു. പിന്നത്തെ നമുക്കറിയാം, അവിടെ വെച്ച് ലാബാനും യാക്കോബിനുമുള്ള ആടുകളെ വേർതിരിക്കുന്നു. പിന്നത്തതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 30-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം, ബലമില്ലാത്ത ആടുകൾ ചെനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല, അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു, അവൻ മഹാസമ്പന്നനായി. അപ്പൊ ഇവിടെ യാക്കോബ് സമ്പന്നനായി തീർന്നു. ഈ സമ്പന്നതയെല്ലാം ഉണ്ടായപ്പോ അവിടെ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. യാക്കോബിന് ലാബാന്റെ മക്കൾ യാക്കോബിനോട് പെരുമാറ്റ രീതിയിൽ ഒരു മാറ്റമുണ്ട്. അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാകുമ്പോൾ യാക്കോബ് അവിടുന്ന് തൻ്റെ പിതൃദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ അവൻ തൻ്റെ ഭാര്യമാരോട് സംസാരിക്കുകയും അങ്ങനെ അവിടുന്ന് പോകാനായിട്ട് കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. അവൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവൻ മഹാസമ്പന്നനായിട്ടാണ് പുറപ്പെടുന്നത്. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ലാബാൻ ചതിച്ചു എന്ന് യാക്കോബ് പറയുന്നു. അതിന്റെ 31 അധ്യായത്തില് 5 വാക്യം. അവരോട് പറഞ്ഞ, നിങ്ങളുടെ അപ്പന്റെ മുഖം എന്റെ നേരെ മുമ്പത്തെ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. എങ്കിലും എന്റെ അപ്പന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പനെ ഞാൻ എന്റെ സർവ്വബലത്തോടു കൂടി സേവിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചു. അപ്പൊ അവിടെ യാക്കോബിന്റെ അകത്തൊരു അറിവുണ്ട്. ഞാൻ സമ്പത്തോടെ അല്ല വന്നത്, പക്ഷേ ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് വന്നത്. ഇപ്പൊ യാക്കോബ് വന്നിടത്തെല്ലാം, യാക്കോബ് ചെയ്തിടത്തെല്ലാം, യാക്കോബ് പോയിടത്തെല്ലാം ലാബാന്റെ സമ്പത്തുമൊക്കെ വർദ്ധിക്കാൻ, അനുഗ്രഹിക്കപ്പെടുവാനുള്ളൊരു കാരണം യാക്കോബ് അനുഗ്രഹം ചുമക്കുന്നവരാണ്. അനുഗ്രഹത്തെ ചുമക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുകയില്ല, നിങ്ങളാൽ അവിടുത്തെ സാഹചര്യങ്ങൾ സ്വാധീനിക്കപ്പെടും. കാരണം നിങ്ങൾ അനുഗ്രഹത്തെ ചുമക്കുന്നു. അനുഗ്രഹത്തെ ചുമക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. അവിടെ ലാബാൻ പറഞ്ഞൊരു കാര്യം, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. യാക്കോബ് പറയുന്നൊരു കാര്യം, യഹോവ എന്നോടുകൂടെ ഇരുന്നു. അപ്പോ ശരിക്കും യാക്കോബിനൊരു കാര്യം അറിയാം, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവ് കൂടിയിരിക്കും. കർത്താവ് ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിലാണ് അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് യഹോവ അവന്റെ കൂടെ വസിക്കുമ്പോൾ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറണമെങ്കിൽ യഹോവ നമ്മോട് കൂടെ വസിക്കുന്നു എന്ന യഥാർത്ഥമായ ബോധ്യം നമ്മുടെ അകത്ത് വേണം. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഇവൻ അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹത്തെ ചുമന്നുകൊണ്ട് വന്ന യാക്കോബ് നിമിത്തം ലാബാൻ അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹത്തെ ചുമന്നുകൊണ്ട് വന്ന യാക്കോബ് നിമിത്തം ലാബാന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തന്നാലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എവിടെന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും ലഭിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതാണ് പ്രോസ്പെറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇന്ന ആളുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയി, അതോടുകൂടി ഞാൻ പ്രോസ്പർ ആയി അല്ല. നമ്മുടെ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് അത് എവിടുന്നോ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നതല്ല. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് പ്രോസ്പെറിറ്റി. അതാണ് പ്രോസ്പെറിറ്റി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ പ്രോസ്പർ ആയിരുന്ന യാക്കോബ്, ആ യാക്കോബിനെ നോക്കിക്കേ, ഇവിടെ വന്ന് അനുഗ്രഹം അവന്റെ മേൽ കിടപ്പുണ്ട്. ഇസഹാക്ക് അനുഗ്രഹിച്ചതാണ്. ഇസഹാക്ക് അനുഗ്രഹിച്ചപ്പോ ഇസഹാക്ക് പറഞ്ഞ അനുഗ്രഹങ്ങൾ ചെറിയ വാക്കുകളല്ല, ചെറിയ കാര്യങ്ങളല്ല. പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇത് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം. പക്ഷെ ചിന്തിച്ച് നോക്കിയേ, ഇവിടെ വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. ഇതാണ് യാക്കോബിന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹമില്ല. പക്ഷെ ഈ യാക്കോബിന്റെ മേൽ ഈ അനുഗ്രഹം ഉണ്ടായിട്ടും ഇപ്പോൾ യാക്കോബ് ഇതൊന്നും അല്ല. ഇപ്പോൾ ലാബാന്റെ വീട്ടിൽ അടിമയെ പോലെ ജോലി ചെയ്യാൻ 10 പ്രാവശ്യം അവനെ അനുഗ്രഹം തട്ടിമാറ്റും. മാത്രമല്ല, ലാബാൻ മോശമായ നിലയിൽ യാക്കോബിനോട് പെരുമാറുന്നില്ല. ലാബാന്റെ മക്കൾ, അതായത് ആൺമക്കൾ, അവനോട് മുഖഭാവത്തിൽ മാറ്റമുണ്ടായി. അപ്പൊ ഇതൊക്കെയും യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അനുഗ്രഹമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ യാക്കോബിന്റെ ജീവിതത്തിനകത്ത് യാക്കോബ് ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പിതാക്കന്മാരുടെ ദൈവം എന്റെ കൂടെ ഉണ്ട്. അത് യാക്കോബ് എല്ലായിടത്തും പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള ബോധ്യമല്ല, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം.
ദൈവ സാന്നിധ്യത്തിന്റെ ബോധ്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കർത്താവ് തരുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രൊവിഷൻ. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പണമല്ല. പലരുടെ ജീവിതത്തിൽ പണമുണ്ട്, പക്ഷെ പ്രോസ്പർ അല്ല. എന്നാൽ ദൈവ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം, ഇവിടെ യാക്കോബിനെ നോക്കിക്കേ. ദൈവ സാന്നിധ്യത്തിന്റെ ബോധമുണ്ടായിരുന്നവനായി യാക്കോബ് രാത്രിയും പകലും ജോലി. പക്ഷെ ആ ജോലി ചെയ്യുമ്പോഴും അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വചനത്തിൽ കാണുന്നത് അവനതൊരു ക്ഷീണമായിട്ടോ ഭാരമായിട്ടോ തോന്നുന്നില്ല. കാരണം അവന്റെ ബോധ്യം എവിടാന്നറിയാമോ? കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ബോധ്യത്തിലാണ് അവൻ കാര്യങ്ങളെ ചെയ്യുന്നത്, നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രോസ്പറായി ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രോസ്പെറിറ്റി അനുഭവിക്കുന്ന നിങ്ങൾ ഒരിക്കലും, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ആയാസവും ഭാരവും പ്രയാസവും നിരാശയും മനസ്സിനകത്ത് പ്രഷറും കയറി ജീവിക്കുന്നവരായിരിക്കത്തില്ല. ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും, അപ്പോഴും നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കും. നിങ്ങൾ സമൃദ്ധിയിലായിരിക്കും, അപ്പോൾ നിങ്ങൾ കർത്താവിൽ പ്രശംസിക്കും. ഈ പ്രോസ്പെറിറ്റി ഇല്ലാത്തവര് ആവശ്യത്തിലധികം കാര്യങ്ങളുണ്ട്, അവർ ഉള്ളതിൽ പ്രശംസിക്കും. പ്രോസ്പർ അല്ലാത്തവര് അവർക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, ആവശ്യങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടും. എന്നാൽ പ്രോസ്പർ ആയിരിക്കുന്ന വ്യക്തി ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ അപ്പോഴും അവൻ കർത്താവിൽ ആശ്രയിക്കും. എന്റെ ദൈവം എന്റെ കാര്യം നോക്കിക്കോളും. പ്രോസ്പർ ആയിരിക്കുന്ന വ്യക്തി ധാരാളം ദാനമുണ്ട്, പക്ഷെ അവന്റെ പ്രശംസ കർത്താവ്. പക്ഷെ പ്രോസ്പർ അല്ലാത്ത വ്യക്തി ആവശ്യങ്ങളുണ്ട്, നിരാശയാണ്. എന്നാൽ വേറൊരു വ്യക്തി പ്രോസ്പർ അല്ല, പക്ഷെ അദ്ദേഹത്തിനും ഇഷ്ടംപോലെ ധനമുണ്ട്. പ്രോസ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആശ്രയം ധനത്തിലായിരിക്കും. ഈ പ്രോസ്പർ ആകുക എന്ന് പറയുന്നത് നമ്മുടെ ആശ്രയം കർത്താവിലാകുന്നില്ല. ഇവിടെ യാക്കോബ് ഇത്രയും അധ്വാനിച്ചു, ഇതെല്ലാം വർദ്ധിച്ചപ്പോഴും യാക്കോബ് പറയുന്നൊരു കാര്യമാണ്, ഞാനിതെല്ലാം ചെയ്തേ ശരിയാ, പക്ഷെ എന്റെ ദൈവം എന്റെ കൂടെ ഇരുന്നുകൊണ്ട്, എന്റെ ദൈവം എന്റെ കൂടെ ഇരുന്നു, എന്റെ പിതാക്കന്മാരുടെ ദൈവം എന്റെ കൂടെ ഇരുന്നു. അവൻ എന്റെ ഭാര്യമാരോടും ആ വാക്ക് പറയുന്നു, അങ്കിളിനോട്, ലാബാനോട് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്, ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ സമ്പത്തിലേക്കുള്ള നമ്മുടെ ഫോക്കസ് അല്ല, നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള ബോധ്യമാണ് പ്രോസ്പെറിറ്റി. അപ്പൊ ഈ പ്രോസ്പർ ആവുക എന്ന് പറയുന്നത്, നിങ്ങൾ പ്രോസ്പർ ആകണമെങ്കിൽ നമ്മിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവബോധ്യം, ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടാകും. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, ഇവിടെ യാക്കോബ് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് ശ്രമിച്ചെന്നല്ല, പോയി ഇറങ്ങിയപ്പോൾ ലാബാൻ അറിവ് കിട്ടി യാക്കോബ് പോയി. ലാബാൻ യാക്കോബിനെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കത്തക്ക രീതിയിലാണ് ലാബാൻ ഓടി വരുന്നത്. പക്ഷെ ദൈവം അവനോട് ഇടപെട്ടിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഉൽപ്പത്തി പുസ്തകം 31:24. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാനോട് അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. 29 വാക്യം, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചു. അപ്പൊ അവിടെ യാക്കോബിന് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം, കാരണം അവൻ എപ്പോഴും ദൈവത്തെ കുറിച്ച് പറയുന്നു. അതുകൊണ്ടാണ് 42 വാക്യത്തിൽ പറയുന്നത്, 31:42, എന്റെ പിതാവിന്റെ ദൈവമായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവം ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അഴിച്ചു കളയുമായിരുന്നു. അപ്പൊ അവിടെ എന്താണ് ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ പ്രോസ്പെറിറ്റി. അവിടെ നമ്മള് ഈ ദൈവ സാന്നിധ്യത്തിന്റെ ബോധമുള്ളതുകൊണ്ട് ജോലി ചെയ്യാതിരിക്കും എന്നുള്ളത്. അവിടെ യാക്കോബിനെ നോക്കിക്കേ, അവൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ജോലിയാണ് ചെയ്യുന്നത്, അധ്വാനിക്കാവുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് അധ്വാനിക്കും. അവിടെ ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ അലസന്മാരായിരിക്കുക എന്നതല്ല അനുഗ്രഹത്തിന്റെ അടയാളം. കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും അനുഗ്രഹത്തിന്റെ അടയാളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് സമൃദ്ധി എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്. സമൃദ്ധി എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് സമൃദ്ധി ഇല്ല,
ഞെരുക്കത്തിൽ കൂടെ പോകുന്ന ആൾക്ക് സമൃദ്ധിയില്ല. ആവശ്യങ്ങളുള്ള വ്യക്തിക്ക് സമൃദ്ധിയില്ല. അദ്ദേഹം ഒന്നും പ്രോസ്പർ അല്ല. പ്രോസ്പർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു, ഇന്ന കാര്യം വരത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ പ്രിയപ്പെട്ട പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ, പ്രോസ്പർ ആവുക എന്ന് പറയുന്നത് ആവശ്യങ്ങളില്ലാതിരിക്കുക എന്ന അർത്ഥത്തിലല്ല. പ്രോസ്പർ ആയിരിക്കുക എന്ന് പറയുന്നത് ധാരാളം ധനമുള്ള അവസ്ഥയല്ല, ധാരാളം ധനം മാത്രമുള്ള അവസ്ഥയല്ല. പ്രോസ്പർ ആയിരിക്കുക എന്ന് പറയുന്നത് എല്ലാ സാഹചര്യത്തിലും സമൃദ്ധിയോടെ സംതൃപ്തിയോടെ ഇരിക്കുക എന്നതാണ്. ചിന്തിച്ചു നോക്കുക, യാക്കോബിന്റെ ജീവിതത്തിൽ സമൃദ്ധിയുള്ളവരാണ്. ഏശാവ് സാമർഥ്യമുള്ളവരാണ്, എന്നാൽ യാക്കോബ് സമൃദ്ധിയുള്ളവരാണ്. അപ്പൊ ആ യാക്കോബിനെ ചിന്തിച്ചു നോക്കുക. യാക്കോബ് യാബോക്ക് എന്ന നദീതീരത്ത് വെച്ച് കർത്താവിന് ദൂതനുമായിട്ട് മല്ല് പിടിച്ച് ജയിച്ചു. അവിടുന്ന് യാക്കോബ് പുറപ്പെട്ടു പോകുമ്പോൾ ഏശാവ് എതിരെ വരുന്നുവെന്ന് അറിവ് ലഭിച്ചു. ചിന്തിച്ചു നോക്കുക, ശരിക്കും അവിടെ മുതലാണ് യാക്കോബ് ഇസ്രായേലായി മാറി. അവിടെ മുതലാണ് ഈ ഗിവിങ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഏശാവിന് വേണ്ടി സമ്മാനങ്ങളെ കൊടുത്തയക്കുന്ന യാക്കോബിനെ നമ്മൾ അവിടെ കാണുന്നു. സമ്മാനങ്ങളെ കൊടുത്തയക്കുന്ന യാക്കോബ്. അതായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമൃദ്ധിയെ നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന വസ്തുവകകളല്ല. ആമേൻ. അതായത് നിങ്ങൾ ലഭിക്കുമ്പോൾ, നിങ്ങൾ പ്രാപിക്കുമ്പോഴുള്ള നിങ്ങളുടെ മനോഭാവമല്ല നിങ്ങളുടെ സമൃദ്ധിയെ ഹല്ലേലൂയ ആമേൻ വിശദീകരിക്കുന്നത്, നിർവചിക്കുന്നത്. പകരമായി നിങ്ങൾക്ക് കൊടുക്കുമ്പോഴുള്ള മനോഭാവം. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് യാക്കോബിന്റെ ജീവിതത്തിൽ കാണുന്നത്, ഏശാവിന് ഏറ്റവും ബെസ്റ്റ് സമ്മാനം കൊടുത്തു. ഇതുവരെ ഏശാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചു, അല്പം പായസം കൊടുത്തിട്ട് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട കാര്യം വെച്ചു. ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹത്തെ തട്ടിയെടുത്തു, ലാബാനിൽ നിന്ന് മൃഗസമ്പത്തുകളെല്ലാം വാങ്ങിച്ചെടുത്തു. അപ്പൊ ഇങ്ങനെ ഇവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ വേറൊന്നാ. വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ യാബോക്ക് എന്ന നദീതീരത്ത് വെച്ച് പ്രോസ്പർ ആയിപ്പോ കൊടുക്കുന്നവനായിട്ട് മാറി. അപ്പൊ ഈ കൊടുക്കുക എന്ന് പറയുന്നത്, ഞാൻ ഇതില നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ അല്ല, കൊടുക്കുവാനുള്ള നിങ്ങളുടെ മനോഭാവത്തെ. അതായത് ഒരു വ്യക്തിക്ക് എപ്പോഴാണോ എൻ്റെ ആവശ്യത്തിനും മറ്റുള്ളവർക്ക് കൊടുക്കാനും എൻ്റെ പക്കൽ ഉണ്ടെന്നുള്ള ബോധ്യം വരുന്നത്, ആ ബോധ്യത്തോട് കൊടുക്കുമ്പോഴാണ് മനസ്സിൽ നമ്മൾ ഒരു ഭാരമില്ലാതെ നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ ശരിക്കും കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കൊടുത്ത പണത്തിന്റെ അളവോ വലിപ്പമോ ഇല്ലെങ്കിൽ നിബന്ധന വെച്ച്, നിയമം വെച്ച് കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഭയന്ന് കൊടുക്കുക, ദശാംശം കൊടുക്കണം, ഇന്ന കാര്യം കൊടുക്കണം, ഭയന്ന്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് കൊതിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടാനായിട്ട് കൊടുക്കുക. ഇത് സമൃദ്ധിയുടെ ലക്ഷണമല്ല. സമൃദ്ധിയുള്ളവൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? അതായത് എനിക്ക് ഉള്ളത് കൊണ്ട്, എന്നിൽ സമൃദ്ധി ഉണ്ട്, എനിക്ക് ആവശ്യത്തിൽ അധികമുണ്ട്, എൻ്റെ ആവശ്യത്തിലധികം എൻ്റെ പക്കലുണ്ട്, ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവർക്ക് കൊടുക്കാനും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക എന്നുള്ള ബോധ്യത്തിൽ, ആ മനസ്സിന്റെ ബോധ്യമില്ല. അതായത് കൊടുക്കുമ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെടുന്നു എന്ന ബോധ്യത്തിലല്ല, കൊടുക്കുമ്പോഴും ഇല്ല എൻ്റെ പക്കൽ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പേരാണ് സമൃദ്ധി. ഹല്ലേലൂയ. അതായത് അതിനെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും ലഭിക്കുമ്പോൾ ഒരു സന്തോഷമില്ല, വലിയ സന്തോഷമല്ല നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ. എന്നാൽ അതേ സന്തോഷം കൊടുക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സമൃദ്ധി എന്ന് പറയുന്നത്. ഇവിടെ യാക്കോബിന്റെ ജീവിതം സമൃദ്ധിയുള്ള ഒരു നിലയിലേക്ക് മാറുക. കാരണം ഹി ക്യാരി ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ്. യാക്കോബ് അവിടെ ചെന്നപ്പോൾ പറയുന്നൊരു കാര്യം, യഹോവ എന്റെ കൂടെ, യഹോവ എന്റെ കൂടെ, യഹോവ എന്റെ കൂടെ. ലാബാനും കണ്ടുപിടിച്ചു, യഹോവ അവന്റെ കൂടെ, യഹോവ അവന്റെ കൂടെ, യഹോവ അവന്റെ കൂടെ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ. അഥവാ ഞാൻ ഈ ഒരു ഭാഗത്ത് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട്
നിങ്ങൾ എന്തെല്ലാമോ ചെയ്തു കൂട്ടി എവിടുന്നൊക്കെയോ വാങ്ങിച്ചെടുക്കാനായിട്ട് ഓടി നടക്കുന്നതിന് പകരമായി യഥാർത്ഥ സമൃദ്ധിയാകുന്ന കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിങ്ങളുടെ സമയം ചെലവിടുമ്പോൾ, ആ ഫെലോഷിപ്പാണ് നിങ്ങളുടെ സമൃദ്ധി എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ആ ഫെലോഷിപ്പാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അവിടെ നിങ്ങൾ ആയിത്തീരുന്ന അവസ്ഥയുടെ പേരാണ് സമൃദ്ധി. അതേ പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് പ്രോസ്പെറിറ്റി. മറ്റെല്ലാം പ്രൊവിഷനാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന എന്ത് കാര്യമാകട്ടെ, അതെല്ലാം പ്രൊവിഷൻ. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, പ്രൊവിഷൻ അപ്പുറമായി പ്രോസ്പെറിറ്റിയിലേക്ക് നിങ്ങളുടെ ഫോക്കസ്. അതായത് പ്രൊവിഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം, നിങ്ങൾ കൊടുക്കുന്നത് പ്രോസ്പെറിറ്റിയുടെ സൈൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രോസ്പർ ആണ് നിങ്ങൾ തിരിച്ചറിഞ്ഞേ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ആകയാൽ ഒരു നന്മയ്ക്കും എനിക്ക് മുടക്കം വരത്തില്ല. യെസ്, ആ ബോധ്യത്തോടെ ആയിരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുമ്പോൾ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രൊവിഷനിൽ നിന്ന് പ്രോസ്പെറിറ്റിയിലേക്ക് ചുവടുകൾ വെപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ്, ഞങ്ങൾ പ്രൊവിഷനെ കണ്ട് സന്തോഷിക്കുമ്പോൾ കർത്താവ് അതിൽ നിന്ന് മാറി പ്രോസ്പെറിറ്റിയിൽ സന്തോഷിക്കാനായിട്ട്, ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ എന്ത് മനസ്സോടെ ഞങ്ങൾ ആനന്ദിക്കുന്നു, അതുപോലെ തന്നെ കൊടുക്കുമ്പോഴും ആനന്ദിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരുടെ ഉള്ളിൽ ദൈവമാണ് സമ്പത്തെന്ന മനോഭാവത്തോട്, ദൈവമാണ് സമ്പത്തെന്ന അറിവോടുകൂടെ സാമ്പത്തിക വെല്ലുവിളികളെ ജയിക്കുവാൻ പരിശുദ്ധനായ ദൈവമേ അവിടുന്ന് അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായുള്ള അഭിഷേകവും അതിനായുള്ള കൃപ അവരുടെ മേൽ പകരണമേ, അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ജീവന്റെ കരം, അത്ഭുതത്തിന്റെ കരം, ദൈവശക്തിയുടെ കരം അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് നീട്ടപ്പെടട്ടെ, അവർക്ക് ചലിക്കപ്പെടട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. അങ്ങനെ കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ തുടർന്നുള്ള എപ്പിസോഡുകളിലും ഇത് തന്നെ, ഈ ഒരു വിഷയത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ സമൃദ്ധി എന്താണ്, നമ്മുടെ പ്രൊവിഷൻ, അതായത് നമുക്ക് നൽകുന്ന ദാനം, നമുക്ക് ലഭിക്കുന്നതല്ല കൊടുക്കുന്നതാണ് സമൃദ്ധി എന്നത്. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ നിറവിനെ കുറിച്ചുള്ള മനസ്സിലാക്കലുകൾ അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രോസ്പർ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഇതിടയാകും. തുടർന്ന് അടുത്ത എപ്പിസോഡിലും ഇതിൻ്റെ തുടർച്ച നമ്മൾ ചിന്തിക്കുന്നതാണ്. നിങ്ങൾ നിശ്ചയമായിട്ടും കാണുക. ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. ഈ കാണുന്ന ഫോൺ നമ്പറിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.